വത്സല മാതാവിൻ്റെ ദേവാലയത്തിൽ വെച്ചുള്ള മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗം പ്രത്യേകമായിട്ടും നേതൃത്വം നൽകുക പത്തരി രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ്. അഭിമന്യ പിതാവിനെ കുടുംബത്തിൻ്റെ പേരിൽ ഏറ്റവും ഹൃദ്യമായി ഈ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാനായി ഈ ദേവാലയത്തിൽ ആയിരിക്കുന്ന ജനറൽ അച്ഛൻ, പ്രൊവിൻഷ്യൽ അച്ഛൻ, മദർ പ്രൊവിൻഷ്യൽ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ പ്രത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ആശാനം. വാഴ്ത്തപ്പെടുവാനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ോട് കരുണ ചെയ്യുന്ന ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. ഇഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ഞങ്ങൾക്കറിയണമേ. ഞങ്ങളുടെ കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അതിന്റെ ഫലമായി കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. രാജ്യമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളെയും രണ്ട് ലോകങ്ങളിലേക്കും ചെറിയപ്പെടുവാനാകണമേ. ദൈവമായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ട് വർത്തലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസം സന്തോഷവാനും നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ നിന്റെ പരിശുദ്ധമാലാഖമാരാൽ വഴി നടത്തപ്പെടുവാനിടയാക്കണമേ. പിതാമത്തിനും പരിശുദ്ധ റൂഹായുമായുള്ള ഈ ആത്മാവ് മുഖപ്രസാദത്തോടെ അവിടെ തന്നെ എതിരേൽക്കുമാറാകണമേ. മോറൻ വലോഹ ലവൽമീ പ്രാർത്ഥന നിൻസവിധേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിടണമെൻ യാചനയെ. കുഴിയിൽപ്പെട്ടവരൊപ്പം ഞാൻ. ഹല്ലേലൂയ. തുളയറ്റോട് തുല്യനുമായി ബാർക്കുമോ. കാദീശോ മനോലം വാദാമൽ
ഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരും തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ സ്തോമൻ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ബാരിക്കുമോർ ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടങ്ങിയവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബഹുലവും യവമോ സുതഹായല്ലവൽ മീൻ. കൃപയും സത്യവും വളരെയുള്ളവനും സനാതന തേജസ്സും ജീവനും മരണമില്ലായ്മയുടെ ഉറവിടവുമായ കർത്താവേ, ഈ സ്ഥലത്തിൻ്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനും ആകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും അത്രേ. നിന്റെ ദിവ്യദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളില്ല. അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ മുൻപാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമേയങ്ങളും മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സലപുത്രനായ യേശുമിശിഹായി ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസിയുടെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഈ ദാസിയുടെ തെറ്റുകൾ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസിയുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ ബലത്തെ ഈ ദാസിക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഈ ദാസിയെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ ദാസിയെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഈ ദാസിയെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ദാസിയുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഈ ദാസിയെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യം നീ എതിർക്കാൻ പാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധ നാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസിയുടെ മേൽ ഉദിക്കുമാറാകണമേ. ഈ ദാസി വിശ്വസിച്ച് ജയമുള്ള സ്ലീബാ ഈ ദാസിയെ വിശുദ്ധരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമാക്കി തീർക്കണമേ. നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരാഞ്ഞളേവരെയും യോഗ്യരാക്കണമേ. കരുണാപൂർവം ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയും ആകുന്നുവല്ലോ. കർത്താവേ, നിന്റെ അഭിഷിക്തനിലുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കിലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവൻ്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും
വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരുമായ ഞങ്ങളെയും ആദ്യന്തമല്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതിനെയും പരിശുദ്ധരുമായും സ്തുതിച്ചു പോറ്റുവാൻ യോഗ്യരാക്കണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും തൊഴിലാളിലും നീക്കും നാം പ്രാപിക്കട്ടെ. വിശിഹാരാജാവേ, മൃത്യു കഷ്ടത വിധയില്ലാത്തോരാ ശാശ്വത ജീവസ്ഥാനത്തിൽ സകല വിശുദ്ധന്മാരൊപ്പം ദാസികളാത്മാവിൻ ആശ്വാസം ശാന്തിയോടെ ോലം വാടാനോലം ഉൽമീനാമി സുരന്മാരാ തന്നാതാരയോർക്കേണം നയവാന്മാർ പുണ്യപ്പെട്ടോ രംഗിച്ചേകുന്നവർക്കാശ്വാസം സ്വർഗേ പുത്രനും ദൈവം. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ പാർക്കുമോ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഇഹലോകവാസം വെടിഞ്ഞ ഈ ആത്മാവിനു വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസി പിശാചുക്കളുടെ ബലമേറിയ പിടിയിൽ നിന്നും അദൃശ്യരും വായുമണ്ഡലവാസികളുമായ വഞ്ചകരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയാൽ ഈ ആത്മാവ് നിന്റെ വിശുദ്ധരുടെ നിവാസസ്ഥലങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും വന്നു ചേരുമാറാകണമേ. മോറൻ വാലോഹാലുൽമീ നാഥാമൃതയാ ശ്വാസം ഭൂവാസം നിരസിച്ചോ രാജകുമാരൻ പാർപ്പിക്കും മണിയറതന്നിൽ നീട്ടാരെയും സുതരെയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെയവൻ നിവസിപ്പിക്കും. കൂട്ടായിൻ സേവാ ഭീകരമാം കടവതിലാർന്നു പാരിയോടിൻ സേന നിവഹത്തെ പായിക്കട്ടെ. സ്ലീബ താക്കോല പറുദീസിൻ വാതിലിലേറി
നിൻ ശരണേ മൃതയാം ദാസിക്കുത്ഥാനം നവ്യതയേകട്ടെ. കണ്ണുകളിൽ ബാഷ്പം ശ്രവണേ ദുർഘ്നവും നാവിൽ പ്രലപനവും പ്രതിവ്യതയും നാഥ നൽകണമാശ്വാസം. വിശുദ്ധ ലേഖനത്തിൽ നിന്നും ബാധിക്കുമ്പോ സ്ലിഹാരുടെ മനസ്സുതി അവന്റെ അനുഗ്രഹങ്ങൾ മേലും നയിക്കുമുണ്ടായിരിക്കട്ടെ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്കറിയുണ്ടായിരിക്കണമെന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശുവരികെ വേണ്ടവർക്ക് ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉറപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മൾ ജീവനോടിരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കില്ല എന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി നിങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ അങ്ങ് ആ വചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമേറുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞ് രാജ്യത്തെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ജയിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സമയിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കും. ബാധിക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധായ ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മറിയത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെതിരേൽക്കുവാൻ പുറപ്പെട്ട കന്യകമാർക്ക് സദൃശ്യമാകുന്നു. അവരിൽ 5 പേർ വിവേകാശൂന്യരും 5 പേർ വിവേകാവതികളുമായിരുന്നു. വിവേകാശൂന്യകൾ വിളക്കുകളെടുത്തപ്പോൾ എണ്ണ കരുതിയിരുന്നില്ല. വിവേകാവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രി മണവാളൻ വരുന്നു, പുറത്തു വന്ന് അവനെതിരെ കേൾപ്പീനെന്ന് ആർപ്പവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു,
ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞ് പോകുന്നതിനാൽ ഞങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകപതികൾ മറുപടിയായി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവൻ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് വാതിൽ തുറന്നുതരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവദിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ശസ്മകത്തിൻ്റെ രണ്ടാളച്ചൻ സാധനച്ചൻ പ്രവൻഷ്യോളച്ചൻ അച്ഛൻ മറ്റ് വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ വത്സല മാതാവിൻ്റെ നിര്യാണത്തിലെ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് ജോസഫ് ഫിലിപ്പച്ചൻ, ബഹുമാനപ്പെട്ട ശുശ്രൂഷസ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ ദേവാലയ കൂട്ടായ്മയിൽ നിന്ന്, ആലുമുട്ടിൽ കുടുംബത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വത്സല മാതാവ് ക്ലാരമ്മ ഫിലിപ്പോസ് 90 വർഷക്കാലം ഈ ലോക ജീവിതം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. നാം എല്ലാവരും ഈ ദേവാലയത്തിലെ സന്നിഹിതരായിരിക്കുന്നത് മാതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് നമ്മളുടെ സ്നേഹവും അനുശോചനവും അറിയിക്കുവാനും വേണ്ടിയാണ്. ഈ മാതാവിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജോസഫ് ഫിലിപ്പോസ് അച്ഛനോടും, പ്രിയപ്പെട്ട വിശ്വസിനോടും, ബ്രദർ സെബാസ്റ്റ്യനോടും, നമ്മളുടെ സഭയിലെ തലവനും പിതാവുമായ തിരുമേനിക്കും, മറ്റ് പിതാക്കന്മാർക്കും, വൈദികർക്കും, സന്യാസികർക്കും, ബന്ധുമിത്രാദികൾക്കും, പ്രിയപ്പെട്ടവർക്കും, ഇവിടെ സ്നേഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള സ്നേഹവും അനുശോചനവും ഞങ്ങളുടെ രേഖപ്പെടുത്തുകയാണ്. മരണം നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. ഈ ലോകത്ത് ജനിച്ചു വരുന്ന എല്ലാ മനുഷ്യരും ദൈവം അനുവദിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ജീവിച്ചതിന് ശേഷം നമ്മുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ നാം സ്വർഗീയ വാസത്തിനായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നു. ഈ അമ്മയെ സംബന്ധിച്ച് അനേകം അനുഗ്രഹീതമായ ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിലെ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, തൻ്റെ കുടുംബത്തിൽ നിന്ന് ബാല്യകാലത്ത് ലഭിച്ച വിശ്വാസ ജീവിതം പങ്കുരം കാത്തു സൂക്ഷിക്കുകയും അത് കുടുംബത്തിൽ ജീവിക്കുകയും ഈ ദേവാലയ കൂട്ടായ്മയോട് ചേർന്ന് ആ വിശ്വാസം വളർത്തിയെടുക്കുകയും
കുഞ്ഞുങ്ങൾക്കെല്ലാം അത് പങ്കുവച്ചു കൊടുക്കുകയും യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ എല്ലാ അവസരത്തിലും ജീവിക്കുകയും ചെയ്തു എന്നതാണ്. മരണത്തെ സംബന്ധിച്ച് കർത്താവ് നമുക്ക് മനോഹരമായ സന്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ അമ്മയുടെ മരണം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ചും വളരെയേറെ വേദന ഉണ്ടാക്കുന്നു എന്ന് വരികിലും കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ പ്രത്യാശ ജീവിച്ച ഈ അമ്മ ദൈവം നമുക്ക് നൽകിയ വചനത്തിൽ പ്രത്യാശയോടെ ജീവിച്ചത് കൊണ്ട് പുനരുദ്ധാനം ചെയ്യപ്പെട്ട കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ആയിരിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്ന് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ശാരീരികമായി മരിച്ച് ഈ ലോകത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ദൈവാസനത്തിലേക്ക് കടന്നു പോവുകയും ആലുമൂട്ടിൽ കുടുംബത്തിൻ്റെ സ്വർഗീയ ശാഖയിൽ ചേർക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ അമ്മയുടെ രണ്ടാമത്തെ ജീവിതത്തിൻ്റെ മഹത്വമായി എടുത്തു കാണിക്കുവാൻ സാധ്യമാകുന്നത് തനിക്ക് ലഭിച്ചതായ കുടുംബ ജീവിതം കഴിവതും അനുഗ്രഹീതമായി പൂർത്തിയാക്കുവാൻ ഈ അമ്മ പരിശ്രമിച്ചു എന്നതാണ്. ദൈവം കൊടുത്ത 8 മക്കളെയും വിശ്വാസത്തിലെ വളർത്തുകയും അതിൽ 2 പേരെ സന്യാസ ജീവിതത്തിനായിട്ട് സ്വയം സമർപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ജോസഫ് ഫിലിപ്പച്ചൻ ജർമ്മനിയിൽ സന്യാസ സമൂഹത്തിൻ്റെ ആശ്രമസ്ഥനായി സത്യർഹമായ ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയപ്പെട്ട ശുശ്രൂഷസ് പള്ളിയസ്പിരി സന്യാസിനി സമൂഹത്തിൻ്റെ അംഗമായി ജർമ്മനിയിലെ ഡസ്ലോർഫിലെ ശുശ്രൂഷ ചെയ്യുന്നു. ഈ 2 സന്യാസിനിമാർ ഈ അമ്മയുടെ വിശ്വാസ ജീവിതത്തിൻ്റെയും കുടുംബ സമർപ്പണത്തിൻ്റെയും കർത്താവിനോടുള്ള വലിയ വിശ്വാസത്തിൻ്റെയും സാക്ഷികളായിട്ട് നമ്മളുടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നെന്നുള്ളതാണ് സത്യം. കുടുംബജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നൽകിയെന്ന വരികൾ തന്നെയും കുരിശിൻ്റെ അനുഭവത്തിലൂടെയാണ് ഈ അമ്മ ദീർഘകാലം കുടുംബ ജീവിതത്തിലൂടെ കടന്നു പോയത്. പ്രത്യേകിച്ച് അമ്മ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ മറിയത്തെ പോലെ ഈ അമ്മ നിന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ദുരന്തനായി. പിന്നീട് നമുക്കറിയാവുന്ന പോലെ 4 മക്കളെ നിര്യാതരായി, 3 ചെറുമക്കളെ നിര്യാതരായി. അങ്ങനെ 15 വർഷത്തിനുള്ളിൽ 8 പേരായി അമ്മയുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് ദൈവാസനത്തിലേക്ക് കടന്നു പോകുമ്പോഴും യാതൊരു പരാതിയോ വേദനയോ ദുഃഖമോ ഒന്നും പ്രകടിപ്പിക്കാതെ അതെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവടിനോട് ചേർത്ത് വെച്ച് ജീവിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ മാതാവിനെ പോലെ കുടുംബ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും കുരിശിലൂടെ കുരിശിൻ്റെ അനുഭവമായി കണ്ട് നമുക്ക് എല്ലാ സാക്ഷ്യം നൽകുവാനായിട്ട് നമുക്ക് സാധ്യമായി എന്നുള്ളത്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ വേദനകളെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം വേഷം മാറി വരുന്നതാണ്. ഈ ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷം മാത്രമല്ല, ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും എല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ച്
ദൈവ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ആ രീതിയിലാണ് അന്ന് തൻ്റെ കുടുംബജീവിതത്തിലുണ്ടായിരുന്ന ഈ അനുഭവങ്ങളെല്ലാം കാണുകയും അതേ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ എല്ലാം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളത്. ആരോഗ്യം കുറഞ്ഞ അവസരത്തിലും പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ അമ്മ ജീവിച്ചത്. അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ കുടുംബ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ കുരിശിൻ്റെ അനുഭവം ഈ അർത്ഥത്തിൽ പങ്കുവെച്ചുകൊണ്ട് സാക്ഷിച്ച ഒരമ്മയാണ് കടന്നു പോകുന്നത്. ഒന്നാമതായി അമ്മയെ സംബന്ധിച്ച് പറയുവാൻ സാധ്യമാകുന്നത് എല്ലാവരോടും സ്നേഹവും കരുണയും പുലർത്തിയ ഒരമ്മയാകുന്നുവെന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ട ശുശ്രൂഷകളും ആതിഥ്യ മര്യാദയും കരുണയും സ്നേഹമൊക്കെ പങ്കുവയ്ക്കുന്നതിൽ ഈ അമ്മ നമുക്ക് എല്ലാവർക്കും മാതൃകയായിരുന്നു. എല്ലാ വിശ്വാസ ജീവിതത്തിൻ്റെയും ത്യാഗപൂർണമായ കുടുംബ ജീവിതത്തിൻ്റെയും ഹൃദ്യമായ കരുണയുടെയും ഒരു അടയാളമായി സാന്നിധ്യമായി ഈ അമ്മ 90 വർഷക്കാലം ഈ ലോകത്തെ ജീവിക്കുകയും കർത്താവിൻ്റെ തീരുമാനപ്രകാരം സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയാം. ഈ അമ്മയ്ക്കിനി മാനുഷികമായ ശുശ്രൂഷകൾ നൽകുക നമുക്ക് സാധ്യമല്ല. പക്ഷേ നമ്മുടെ വിശ്വാസമനുസരിച്ച് നാം ദൈവത്തിന് മക്കളായി തീരുവാൻ നമ്മെ പഠിപ്പിച്ച നമ്മുടെ മാതാപിതാക്കളെ കുർബാനകളിലും പ്രാർത്ഥനകളിലും ഓർക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലും ഈ അമ്മ ഭാഗ്യവതിയായ അമ്മയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് വൈദ്യച്ഛനും ബഹുമാനപ്പെട്ട സുരക്ഷസും എല്ലാ ദിവസവും എണ്ണീച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബലിപ്പർപ്പിക്കുമ്പോൾ പോഴും പറയുന്നത് എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഓർത്ത് ബലിയർപ്പിക്കുന്നുവെന്നാണ്. അപ്പോൾ അത് മുടങ്ങാതെ എന്നും അൽത്താരയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ 2 മക്കളെ സമർപ്പിച്ചിട്ടുള്ളതായ ഈ അമ്മ ഏറ്റവും ഭാഗ്യവതിയായ അമ്മയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും വലിയ ഒരു മാതൃകയാണ്. അപ്പോൾ ഈ അമ്മയോട് നമുക്ക് കാണിക്കുവാനായിട്ടുള്ള സ്നേഹം പ്രാർത്ഥനകളിലും ആരാധനകളിലും കുർബാനകൾക്ക് തുടരുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഈ ദൈവിക കൂട്ടായ്മയുടെ സാന്നിധ്യമായി ഈ അമ്മ സ്വർഗത്തിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ഈ അമ്മയുടെ മധ്യസ്ഥം യാചിക്കുകയും ചെയ്യും. മാനുഷികമായി അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ട് എന്ന് വരികിൽ അത് നമ്മുടെ പ്രാർത്ഥന വഴിയായി വിശുദ്ധ ബലിയായി പരിഹരിക്കപ്പെടുവാനും നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. ഈ മരണം നമുക്ക് നൽകുന്നതായ മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. നമ്മുടെ എല്ലാം ജീവിതം എന്ന് പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്ന ഒരു മരണമാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുമ്പോൾ നായുടെ സ്നേഹിതരായി ദുഃഖിക്കുകയും അവരോട് ആദരവ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവ് സുവിശേഷത്തിൽ ഉറപ്പിച്ചതുപോലെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ജാഗരൂകരായി നാം ഈ ലോകത്ത് ജീവിക്കണം. അനേകം കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ഇടപെടുമ്പോഴുമെല്ലാം ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ശിഷ്ടാജീവിതം ദൈവമുഖത്വത്തിനായിട്ടും മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ടും സമർപ്പിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. ഈ അമ്മയെ നൽകിയ ദൈവത്തിന് പ്രത്യേകം നമുക്ക് നന്ദി പറയാം. ദുഃഖിതരായിരിക്കുന്ന കുടുംബങ്ങളോട് ഒരിക്കൽ കൂടി സഭയുടെ അനുശോചനം അറിയിക്കുന്നു. ഈ അമ്മ നൽകിയ പ്രാർത്ഥനയുടെയും എല്ലാ കുടുംബജീവിതത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാതൃകകളെ പിന്തുടരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
നമ്മുടെ ജീവിതത്തിൽ ഈ അമ്മ നൽകിയ നല്ല മാർഗങ്ങൾ അനുസരിച്ച് ദൈവത്തിന് സ്വീകാര്യരായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും കുടുംബാംഗങ്ങൾക്കും അവരുടെ വേദനയ്ക്ക് ആശ്വാസം പകരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ബദനീയ സന്യാസ സമൂഹത്തിൻ്റെ ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജൻ കുട്ടിയിലച്ചൻ ഈ സമയത്ത് ആശ്വാസ വചനം പങ്കുവയ്ക്കുന്നു. അഭിമന്യ പിതാവേ, വന്യപ്രൊവിൻഷ്യലിച്ച അറുമൻകുടിയിൽ കോറബിസ്കോപ്പാച്ച എന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മദർ തേജസ്, ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സിൻ്റെ റീജിയണൽ സുപ്പീരിയർ സിസ്റ്റർ അന്നമ്മ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആലുമൂട്ടിൽ കുടുംബാംഗങ്ങളെ, നമുക്കറിയാം മലങ്കര സഭയുടെ പുണ്യപിതാവായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ 71ാമത് ഓർമ്മ പെരുന്നാൾ നാം ആഘോഷിച്ച് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളോട് ചേർന്നാണല്ലോ നമ്മുടെ വത്സല മാതാവ് നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് പോയി എന്നുള്ളതായ വേദനിപ്പിക്കുന്നതായ വാർത്ത അറിയുന്നത്. മലങ്കര സഭയ്ക്ക് ഇത് പുണ്യ ദിനങ്ങളായിരുന്നു. ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് ത്യാഗ പ്രവൃത്തികളും പ്രാർത്ഥനകളും ശുശ്രൂഷകളുമൊക്കെ ദൈവസന്നിധിയിലേക്ക് കരയേറ്റുന്നതായ ദിവസങ്ങളായിരുന്നല്ലോ. ഈ പുണ്യ ദിവസങ്ങളോട് ചേർന്ന്, ഒരുക്കത്തിൻ്റെ ദിവസങ്ങളോട് ചേർന്ന്, പുണ്യപിതാവായ ധന്യന്മാർ യുവാനിയോസ് പിതാവ് സ്വർഗപ്രവേശനം നേടിയ ആ ദിവസങ്ങളോട് ചേർന്ന് നമ്മുടെ വത്സല മാതാവ് നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് പോയി എന്നുള്ളത് വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണെങ്കിലും നൊമ്പരപ്പെടുത്തുന്ന അനുഭവമാണെങ്കിലും വലിയ വിശ്വാസത്തിൻ്റെ പിൻബലം നമ്മെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമുക്കറിയാം, ഇന്ന് വീട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൂരം കൃത്യമായിട്ട് അളക്കുവാൻ സാധിച്ചില്ല എങ്കിലും അത്ര കുറവല്ലാത്ത ദൂരമാണ് ഭവനത്തിൽ നിന്ന് ഈ ദേവാലയത്തിലേക്കുള്ളത് എന്നുള്ളത് മനസ്സിലായി. ഈ ദൂരമെല്ലാം ഈ നാളുകൾ അത്രയും നടന്നു നീങ്ങിയ ഒരു വത്സല മാതാവാണല്ലോ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നത്. ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളും സമയങ്ങളും ഈ വത്സല മാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 8 മക്കളുടെ വലിയ സന്തോഷ കൂട്ടായ്മയുടെ അനുഭവം നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ 4 മക്കളുടെ വേർപാട് എത്രമാത്രം വേദനയാണ് ഈ വത്സല മാതാവിനെ സംബന്ധിച്ചും സഹോദരങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നാൽ കടന്നു വന്ന വഴികളിലെ വേദനയും സഹനവും പ്രതികൂലമായ സാഹചര്യങ്ങളെയും എല്ലാം അതിജീവിക്കുവാൻ ദൈവം കരുത്ത് നൽകിയത് ഈ ആരാധനാലയവും ഇതിനോട് ചേർന്ന് നടന്നതായ ശുശ്രൂഷകളും കുടുംബത്തിൽ നടത്തിയതായ പ്രാർത്ഥനകളും അതിൻ്റെ പിൻബലവുമാണ് എന്നുള്ളതിന് സംശയമില്ല. ഞാൻ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഇവിടേക്ക് യാത്ര പോരുമ്പോൾ ഇവിടെ മുൻ വികാരിയായിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോയൽ അച്ഛനെ വിളിച്ചു. അച്ഛൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അച്ഛൻ വരാൻ സാധിക്കാതിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു പ്രത്യേകം എൻ്റെ അനുശോചനം പറയണമെന്ന്. അച്ഛൻ പറഞ്ഞ ഒറ്റ വാക്ക്, വിശുദ്ധയായ ഒരമ്മ. മുൻ വികാരി അച്ഛൻ്റെ അനുഭവം അതിൽ എന്തെങ്കിലും എക്സാജറേഷൻ ഉണ്ടോ എന്ന് ഉണ്ടാകുകയില്ല എന്നെനിക്ക് തീർച്ചയാണ്. അടുത്തറിഞ്ഞ അനുഭവത്തോട് ചേർന്നാണ് മുൻ വികാരി അച്ഛൻ ഈ വാക്ക് പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ അമ്മയെ അറിയാവുന്ന വേറൊരു വൈദികൻ പറയുകയാണ്, ഈ അമ്മ വൈദികരോടുള്ളതായ അമ്മയുടെ ബഹുമാനവും സ്നേഹവും കരുതലുമൊക്കെ അതിന്ന വൈദികനെന്നില്ല,
ഏത് വൈദികൻ ഈ ഇടവകയിലേക്കും ഭവനത്തിലേക്കും കടന്നു വന്നാലും കൈകൾ കൂപ്പി കൈകൾ നീട്ടി സ്വീകരിക്കുന്ന ഒരമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ, ഈ അമ്മ ഇന്ന് നമ്മളെ വിട്ടുപോകുമ്പോൾ എത്ര ഉദാത്തമായ മാതൃകയാണ് നമ്മുടെ മുൻപിൽ വെച്ചിട്ട് പോകുന്നത്. 90 വയസ്സ് പൂർത്തിയാക്കി എന്നുള്ളത് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അതിനപ്പുറത്തേക്ക് 90 വയസ്സ് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. വെറുതെ ജീവിച്ചു തീർത്തു എന്നുള്ളതല്ല, ഒരമ്മയായി ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഒരമ്മയായി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ലല്ലോ. ഒരമ്മയായി ജീവിച്ചു മരിക്കുക. ഒരമ്മയെന്ന് പറയുന്നത് ഒരു ഭവനത്തിൽ കത്തിച്ചു വെച്ച വിളക്കാണ് എന്നാണല്ലോ നമ്മൾ പറയുക. ആ വിളക്ക് കത്തി 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 അവസാനം എരിഞ്ഞു തീരുന്ന അനുഭവം ഈ അമ്മ 90 വർഷങ്ങൾ വെറുതെ ജീവിച്ചതല്ല, കത്തി കത്തി എരിഞ്ഞ് തീർന്നതാണ്. ആ എരിഞ്ഞു തീരലിൽ അമ്മയ്ക്ക് കിട്ടിയതായ എണ്ണയുടെ വലിയ ബാഹുല്യമുണ്ട്. ആ എണ്ണയുടെ ബാഹുല്യവുമായിട്ടാണ് ഇന്ന് മണവാളനെ എതിരേൽക്കുവാൻ ഈ അമ്മ സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ തിരികെടുകയില്ല. ഇവിടെ കത്തിത്തീരുവാൻ എത്രമാത്രം ത്യാഗവും സഹനവും ഈ അമ്മ തൻ്റെ ജീവിതത്തോട് ചേർത്തേറ്റെടുത്തുവോ അതെല്ലാം കത്തുന്ന എണ്ണയായി, കത്തുന്ന തിരിയായി സ്വർഗപ്രവേശനത്തിൽ ഈ അമ്മയ്ക്ക് കൂട്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, തീർച്ചയാണ്, നമ്മുടെ വലിയ വിശ്വാസമാണ്. ഈ ഭവനത്തെ സംബന്ധിച്ച് ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് യൂറോപ്പിൽ ബഹുമാനപ്പെട്ട ജോസഫ് ഫിലിപ്പച്ചൻ ആയിരിക്കുന്ന ഇടവകയിൽ അച്ഛനെ സന്ദർശിക്കുവാനായിട്ട് ചെന്നത്. അച്ഛന് കുടുംബത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെച്ച അവസരത്തിൽ അച്ഛൻ പറഞ്ഞ കാര്യം, ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ നാട്ടിലേക്ക് വരുവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ആരോഗ്യസ്ഥിതി അത്ര നല്ല ശരിയായ രീതിയിലല്ല എന്നച്ഛൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട അച്ഛൻ്റെ നൊമ്പരവും വേദനയും മനസ്സിലാക്കുന്നു. കാരണം ഓഗസ്റ്റിൽ വരുമ്പോൾ അമ്മയെ കാണുവാൻ വേണ്ടി തന്നെയാണ് അച്ഛൻ ആഗ്രഹിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എന്നാൽ അച്ഛൻ വരുന്നതിന് മുമ്പേ അമ്മ കടന്നുപോയി എന്നുള്ളത് അച്ഛനെ നൊമ്പരപ്പെടുത്തുന്ന നിമിഷങ്ങളാണ്. അച്ഛനെ മാത്രമല്ല, പ്രിയപ്പെട്ട അച്ഛൻ്റെ സഹോദരി സിസ്റ്ററും നമുക്കറിയാം ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ബാക്കി ഇവിടെ ആയിരിക്കുന്ന 2 സഹോദരങ്ങൾ, അവരുടെ മക്കൾ, കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ എല്ലാം ചേർത്ത് നിർത്തുന്ന വലിയ വിശുദ്ധിയുടെ ഒരടയാളമായി അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അച്ഛനെ സന്തോഷത്തോടെ പറഞ്ഞു. അമ്മ ഒറ്റയ്ക്കല്ല വീട്ടിൽ എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ അച്ഛൻ പങ്കുവെച്ചു. കൂടെയായിരുന്ന ഒരു സഹോദരിയെക്കുറിച്ച് പറയുകയുണ്ടായി. അതൊക്കെ വലിയ അഭിമാനമാണ്, സന്തോഷമാണ്. നമ്മെ കരുതിയ, നമ്മളെ സ്നേഹിച്ച ഈ അമ്മയെ എത്രമാത്രം കരുതുവാനും സ്നേഹിക്കുവാനും ആ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതിൻ്റെ വലിയ അടയാളങ്ങൾ. ബദനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ഇത് നൊമ്പരത്തിൻ്റെ സമയമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് ഫിലിപ്പച്ചൻ ബദനിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ ഇവിടെ ആയിരുന്നപ്പോഴും, പിന്നീട് പഠനവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലായിരുന്നപ്പോഴും, ഇപ്പോൾ അജപാലന ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടച്ഛനായിരിക്കുമ്പോഴും ബദനിയുടെ നല്ല ഒരു സാക്ഷ്യം ഞാൻ പോയ ഇടവകയിലെ മക്കൾ പറയുകയുണ്ടായി. ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരച്ഛൻ അച്ഛനായിരിക്കുന്ന സ്ഥലങ്ങളിൽ നൽകുന്ന ഒരു വലിയ സാക്ഷ്യം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങൾ ഈ അമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്നു, വേദനിക്കുന്നു. അതിനപ്പുറത്ത് പ്രത്യാശയോടെ ഈ അമ്മയെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നു. പ്രാർത്ഥനാപൂർവം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഈ ഭവനത്തോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അനേകം വൈദികർ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ സമയത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ദൂരത്തിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അനേകം വൈദികർ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അഭിമന്യ പിതാവിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ച് ദിവസങ്ങളിൽ നമുക്കറിയാം. മാരിയോനസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോട് ചേർന്ന് നമ്മളൊക്കെ പദയാത്രയോടും അവിടുത്തെ ശുശ്രൂഷകളോടും ചേർന്നായിരുന്നു പിതാവും ഓടിയെത്തുകയാണ്. ഇന്നലെ ഇവിടെ ഓടിയെത്തിയതാണല്ലോ. ഒത്തിരി സന്തോഷവും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ അമ്മയെ നമുക്ക് സന്തോഷത്തോടെ പ്രത്യാശയോടെ യാത്രയാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത്
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛനോടും പ്രിയപ്പെട്ട ശുശ്രൂഷസിനോടും ബദനിക്കും മലങ്കര സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ ശുശ്രൂഷകൾ, നൊമ്പരപ്പെട്ടിരിക്കുന്ന മറ്റ് സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, നിങ്ങളെല്ലാവരോടുമുള്ളതായ ബദനിയുടെ ഏറ്റവും സ്നേഹോഷ്മളമായ അനുശോചനവും പ്രാർത്ഥനയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാളുകൾ പദയാത്രയായി നടന്നു നീങ്ങിയ ഈ അമ്മ, ഒരു പദയാത്രയുടെ അനുഭവം നമുക്കറിയാം. ഞാനത് നേരിട്ട് ഈ വർഷം കൂടുതൽ മനസ്സിലാക്കി. എളുപ്പമുള്ള വഴികളല്ല. ഒരു പദയാത്രികയായി 90 വർഷങ്ങൾ ഈ അമ്മ ഈ സാഹചര്യങ്ങളോട് ചേർന്ന് ഇവിടെ ജീവിച്ചുവെങ്കിൽ ആ പദയാത്ര ഇന്ന് എത്തിച്ചേരുന്നത് സ്വർഗരാജ്യത്തിലാണ്. അവിടെ ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല, വേദനകളില്ല, സഹനങ്ങളില്ല. ദൈവം അമ്മയെ കൈപിടിച്ച് സ്വർഗവാതിലിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വന്യ ജനറൽ അച്ഛൻ്റെ അനുശോചനത്തിനും പ്രാർത്ഥനയ്ക്കും ത്യാഗപൂർണമായിട്ടുള്ള ഈ വിലയേറിയ സാന്നിധ്യത്തിനും കുടുംബത്തിൻ്റെ പേരിലും ഈ ഇടവ കൂട്ടായ്മയുടെ പേരിലും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് ആലിബുഡ് അച്ഛൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കുടുംബത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പിതാവേ, ജനറാളച്ച, പ്രൊവിൻഷ്യലച്ച, മദർ പ്രൊവിൻഷ്യൽസ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അച്ഛന്മാരെ, ഇടവാങ്ങളെ, നാട്ടുകാരെ, അമ്മയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആൺമക്കൾ കുടുംബത്തിന് ദുഃഖം നിലനിൽക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും കരുതലും ഒക്കെ പകർന്നു തന്ന് സ്വർഗത്തിലേക്ക് യാത്രയാക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഈ ദുഃഖത്തിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. വളരെ പ്രത്യേകിച്ച് അഭിമന്യ പിതാവ് ജോസഫ് മാർ തോമസ് പിതാവ് ഈ ദിവസങ്ങളിലെല്ലാം ഒത്തിരി തിരക്കുകൾ നിറഞ്ഞ യാത്രകളിലൂടെ പോവുകയായിരുന്നു. ഞാൻ അങ്ങയുടെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞ് പിതാവിനെ കോണ്ടാക്ട് വിളിച്ചപ്പോൾ പിതാവ് ഡൽഹിയിലായിരുന്നു. അതിനുശേഷം പദയാത്രയിൽ പങ്കെടുത്ത് മറിയാസ് പിതാവിൻ്റെ ആ സ്മരണയിൽ നിറഞ്ഞു നിന്ന് അവിടെ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളോടുള്ള സ്നേഹവും കുടുംബത്തിലോടുള്ള സ്നേഹവും പ്രിയപ്പെട്ട അമ്മച്ചിയോടുള്ള സ്നേഹവും ഞങ്ങളോടെല്ലാമുള്ള കരുതലുമാണ് പിതാവ് ഇവിടെ ആയിരിക്കുക. പിതാവ് തൻ്റെ അനുശോചന പ്രസംഗത്തിലൂടെ ഞങ്ങളെ ഒക്കെ സാന്ത്വനിപ്പിച്ചു. അഭിമന്യ പിതാവിന് കുടുംബത്തിൻ്റെ പേരിലുള്ള ഈ ഇടവകയുടെ പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറാളച്ചൻ ഗൗരീസ് കട്ടിലച്ചനും പ്രൊവിൻഷ്യലച്ചനും ജോർജ് അയ്യനത്തച്ഛനും വളരെ വിദൂരത്തിൽ നിന്നാണ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുക. അമ്മച്ചി മരിച്ചു എന്ന് അറിയുന്ന സമയം മാത്രമല്ല, ഇതിനു മുൻപും ഇവരൊക്കെ നമ്മുടെ ആശ്രമത്തിലെ അച്ഛന്മാർ എല്ലാവരും പലതവണ അമ്മയെ കാണുവാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പലപ്പോഴും വിദൂരത്തിലിരുന്ന് ആണെങ്കിലും അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട ജനറാളച്ചനും പ്രൊവിൻഷ്യലച്ചനും ഇവിടെ കടന്നു വന്നു. ജനറാളച്ചൻ ഞങ്ങളുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മച്ചിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജോർജ് അയ്യനത്തച്ഛൻ പ്രൊവിൻഷ്യലച്ചനോടുള്ള നന്ദിയും അച്ഛൻ്റെ കൂടെ ആലുവയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട
അച്ഛന്മാരോടും ഉള്ള നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കോറെപ്പിസ്കോപ്പ് അച്ഛൻ കൂടി അച്ഛൻ ഇവിടെയുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യത്തിനും അച്ഛൻ്റെ പ്രാർത്ഥനകൾക്കും നന്ദി അറിയിക്കുന്നു. അമ്മച്ചി മരിച്ചതിന് ശേഷം കുടുംബത്തിൽ പല അവസരങ്ങളിലായിട്ട് ബഹുമാനപ്പെട്ട വൈദികർ ഒത്തിരി പേര് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആത്മശാന്തിക്കായിട്ട് ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തു. അവരോടെല്ലാമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വികാരിയച്ഛൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുവാനായിട്ട് ഇവിടെ സാന്നിധ്യം ഇല്ല എങ്കിലും അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ചാക്കോ ഉള്ളഞ്ചാലച്ഛൻ, അതുകൊണ്ടാണ് അച്ഛൻ ഇവിടെ സന്നിഹിതനാകാൻ സാധിക്കാത്തത്. പക്ഷേ അച്ഛൻ അസാന്നിധ്യത്തിലും അച്ഛൻ മറ്റ് കാര്യങ്ങളെല്ലാം എപ്പോഴും വിളിച്ച് ക്രമീകരിച്ചുകൊണ്ടിരുന്നു. പിതാവിൻ്റെ കാര്യം ഉൾപ്പെടെ മറ്റ് കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അതെല്ലാം ക്രമീകരിച്ചു. അച്ഛൻ പെട്ടെന്ന് സുഖപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് എല്ലാം നേതൃത്വം നൽകിയത് എൻ്റെ ഇടവകയിലെ സഹവൈദികനായ യോഗീസ് മഠത്തിലച്ഛനാണ്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സ്നേഹത്തോടും നന്ദിയോടുകൂടി കുടുംബം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ വിഷസിൻ്റെ സമൂഹത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ സപ്പീരിയർ മിസ്റ്റർ അമ്മ, അതോടൊപ്പം തന്നെ ഹോളി സ്പിരിറ്റിലെ എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഉറക്കം ഒഴിച്ച് പ്രിയപ്പെട്ട ഹോളി സ്പിരിറ്റിലെ സിസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ ബഹുനിയിലെ സിസ്റ്റേഴ്സും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് എന്നെ ഒത്തിരി സ്പർശിച്ചു. ഞാൻ ഇടയ്ക്ക് ഉറക്കം വന്നപ്പോൾ ഉറങ്ങാൻ പോയപ്പോഴും അവർ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി സന്തോഷം. നിങ്ങൾ അമ്മയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന്, പ്രാർത്ഥിച്ചതിന്, അമ്മയെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിച്ചതിന്, അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന ബദനി സന്യാസത്തിലെ പ്രൊവിൻഷ്യാളമ്മ, മദ തേജസ്, അതോടൊപ്പം തന്നെ ബദനി സിസ്റ്റേഴ്സ് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പല കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ്, മദേഴ്സ്, പ്രൊവിൻഷ്യൽസ്, SH കോൺവെന്റിൽ നിന്നുണ്ടായിരുന്നു, അഡോറേഷൻ കോൺവെന്റിൽ നിന്നുണ്ട്, ഡീൻ കോൺവെന്റിൽ സിസ്റ്റേഴ്സ് സ്നേഹിതരാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. എല്ലാവരോടുമുള്ള നന്ദി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സൂക്ഷിക്കുന്നു. ഒപ്പം ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകിയത് ഈ ഇടവകയിലെ പ്രിയപ്പെട്ട ആളുകളാണ്. പ്രിയപ്പെട്ട ട്രസ്റ്റി രാജൻ മണ്ഡപത്തിൽ ചേട്ടൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഇടവകയിലെ മറ്റ് ആളുകളെല്ലാം ഈ പ്രതികൂല സാഹചര്യത്തിൽ നമുക്കറിയാം നല്ല കനത്ത മഴയാണ്. ഈ മഴയുടെ സാഹചര്യത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഇടവക ജനത്തോടുള്ള പ്രത്യേക നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കുടുംബത്തിൻ്റെ പേരിൽ, ആലുമൂട്ടിൽ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ ഇടവക ജനത്തോട്, ഇടവകയിലെ എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാട്ടുകാർ, പൊത്തുകെട്ടിയിലുള്ള ഞങ്ങളുടെ നാട്ടുകാർ അമ്മയുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമ്മയുടെ അനാരോഗ്യ അവസരത്തിലെല്ലാം അമ്മയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ശക്തിപ്പെടുത്തി, ഞങ്ങളൊക്കെ വിദൂരത്തിലായിരിക്കുന്നതും അടുത്തായിരുന്നുകൊണ്ട് ഞങ്ങൾ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട അയൽക്കാർ, നാട്ടുകാർ എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഞങ്ങൾ ആയിരിക്കുന്നോ അത്
ഞങ്ങളുടെ അമ്മയാണ്, അമ്മയിലൂടെയാണ്. ഞാൻ പല ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഞാനത് പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ദൈവം എന്ന് തോന്നുന്നുണ്ടോ അത് അമ്മയിലൂടെയാണ് എന്ന്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, സിസ്റ്ററിനും മറ്റുള്ള എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് അമ്മയുടെ വലിയ മാതൃകയാണ്, സാന്നിധ്യമാണ്. മലയാളത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാനും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക അമ്മ ഒരു വിശുദ്ധയാണ് എന്ന് തന്നെയാണ്. അമ്മയുടെ ആ വിശുദ്ധയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും വിശുദ്ധിയും സ്നേഹവുമായിട്ട് ഞങ്ങളെ പിന്തുടരുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല അമ്മയെ നൽകിയ ദൈവത്തിന് 1000 നന്ദി. ഒരിക്കൽ കൂടി ഇവിടെയായിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നമുക്ക് ദൈവസന്നിധിയിൽ തുടർന്നും അമ്മച്ചിയെ സമർപ്പിച്ചുകൊണ്ട് ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞുകൊള്ളട്ടെ. വരുന്ന 3 ദിവസങ്ങളിൽ രാവിലെ 8 മണിക്ക് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയും സെമിത്തേരി ധൂപപ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബത്തേരി രൂപത ഭാഗ്യസ്മരണാർഹനായ ധന്യമാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ തിരുനാട് 21-ാം തീയതി വരുന്ന ഞായറാഴ്ചയാണ് കൊണ്ടാടുന്നത്. ബത്തേരി മേഖലയിൽ പ്രത്യേകമായിട്ടും ഈ ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ വരുന്ന ഞായറാഴ്ച നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുകയില്ല. രാവിലെ കൊടകപ്പാറ വെച്ച് മാർ ഇവാനിയോസ് പിതാവിൻ്റെ നാമത്തിലുള്ള പദയാത്ര ആരംഭിക്കുകയും കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ കുർബാനയോടുകൂടിയാണ് അത് സമാപിക്കുക. എല്ലാവരും ആ ശുശ്രൂഷയിലും സംബന്ധിക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. തുടർന്ന് ലുത്തീനെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ നിങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള ക്രൂരമായ സ്വരം നിന്ന് ചൊല്ലണം. മരണമുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനായ മിശിഹാ തമ്പുരാനേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചവരും നിന്റെ കരുണ ആഗ്രഹിക്കുന്നവരുമായ എല്ലാവർക്കും നിന്നിൽ നിന്ന് പാപമോചനവും കരുണയും ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നാം ശബ്ദമുയർത്തി 3 പ്രാവശ്യം കുറിയേലായിസോനെന്നായി ചൊല്ലണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ വത്സല മാതാവിൻ്റെ മുഖം മൂടുന്നു. അതിനു മുമ്പ് അന്ത്യചുംബനം ആർക്കെങ്കിലും നൽകാനായിട്ടുണ്ടെങ്കിൽ, മക്കളായിട്ടുള്ള ആർക്കെങ്കിലും, ഏറ്റവും അടുത്തുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് നൽകാവുന്നതാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അമ്മയുടെ മുഖം മൂടുന്നു. തുടർന്ന് നിറസംസ്കാര ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നു.
ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ താൽക്കാല ജീവിതത്തിൽ നിന്ന് യാത്രയായി ദാസിക്ക് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഇവരുടെ ശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരിക്കുന്ന മനുഷ്യാത്മാക്കൾ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഈ ദാസി പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരോടുടെ ആനന്ദം ഈ ദാസിക്ക് നൽകണമേ. ഈ ദാസി സന്തോഷപൂർവ്വം നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കുമാറാകണമേ. വിശ്രമത്തിനും പോരാട്ടങ്ങളുള്ള വിമുക്തിക്കും വിശുദ്ധന്മാരോടുള്ള സൗഭാഗ്യത്തിനും നിത്യാജീവനുമായി തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. വീണ്ടും നീ ഐക്യപ്പെടുകയും ചെയ്യുന്ന നീളിച്ചുകാരം കർത്താവേ, തിരികെ പിത നിറവേറിയിരിക്കുന്നു. പോകിടുമതിശക്തൻ തന്നധികാരം ചെയ്യും അത്ഭുതമാശ്ചര്യം കൂറും ദൂരന്മാർ ചേരും ചിതറിയൊരസ്ഥികളും നേടും തേജസ്സാത്മാ കൊടുതനുവും നാശം കൂടാതെഴുന്നേൽക്കും സുത്യൻ നാദാനിൻ വജസാൽ മാർത്താമേ ഇവർ സോദരനഴുകിയ നാസകവർവേ ഉദ്യമനായി നിന്ന ഗമനയായിരോ സുരജീവിച്ചു മൃദുരന്ധ്യത്തിൽ എഴുന്നേൽക്കും നിന്ന പാനത്താൽ പാറയ്ക്കുമോ സങ്കേതേശന്നോദേ മൺമയനാദാമോടായി നിയമം ലംഘിച്ചോ നീകെ ദിക്കേണ്ട മൃതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനിതി ചൊന്നവനാം സ്വർഗീയൻ ശക്തൻ സംസുത്യൻ നിർന്നോലം വാദാമൽവോലം വൽമേനാമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരത്തിനുമായി പരിപാലിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാലാഗ്രഹത്തിൽ നിന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തുമുള്ള സമയത്തും ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യമക്കൾക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്ന സ്തുതിയുടെ കീർത്തനങ്ങൾ നിനക്ക് ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ, നിന്നെയും കൂടെ നിന്റെ മാറ്റത്തിന്റെ വലുപ്പനിമിത്തങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ ഭാവത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമായ വീടായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്നതിനും ഐശ്വര്യമായുള്ള ദൈവയാഴ്ച ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മൊത്തോടിയിരിക്കുന്നവനെ ദൈവത്തോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു.
യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു. പിതാവായ ദൈവത്തിന് മഹത്വം. ആമേൻ. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്നെ വാഴ്ത്തുകയും നന്മയ്ക്കും വാഴ്ത്തപ്പെട്ടതും നിത്യമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവ്വശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. ുന്നു സർവ്വത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശ്രഹായിക്കും ഉപേക്ഷയാകുന്നു. അതിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ആമേൻ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു പറയുന്നു. നമ്മളോട് ഉണ്ടാകണമേ. കർത്താവേ, മരണം മാഞ്ഞുപോയി ഞങ്ങൾക്ക് വേദനകൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. വിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നരനുടെ നാളുകളോ ഹല്ലേലൂയ. പോക്കുന്നിൽ പൂച്ചെടി പോലെ പാർക്കുമോ. താലേ നിൻ കൃപയിൽ ജീവസ്വരമതുണർത്തണമേ. കവറി നമ്പറുദേ സൗമൻകാലോ സുരേയായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രദരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നെ അവരോടെഴുന്നേറ്റു ഉയരേകുന്നി സ്തുതി ചെയ്തിടുന്നു. മാർക്കുമോ എന്റെ ശരീരം ഭാഷി ചന്ദ്രത്തം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായിടാം ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരിച്ചതോ ഞാൻ. എന്നും കർത്താവ് തന്നരുളിന്നു മഹത്വം മദനയരെ കർത്താവേ ബാർക്കുമോർ സത്യവിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തവോചിതമായ വിധം മിശിഹായിൽ ശരണപ്പെട്ട് നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ ദൈവം തൻ്റെ നിർമ്മല കരങ്ങളിൽ സ്വീകരിക്കുവാൻ തൻ്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഈ ദാസിക്ക് നൽകട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഈ ദാസിക്ക് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് ഈ അമ്മയുടെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഈ ദാസി ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ച്ചു കളയട്ടെ. സമൃദ്ധമായ തൻ്റെ കരുണയുടെ ബഹുലത നിമിത്തം താനവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഈ ദാസിയുടെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഈ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മിശിഹാ തമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. വത്സല സഹോദരരെ, പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവിൻ. മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക്
സമാധാനവും ശാന്തിയും നൽകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചുകൊള്ളുവീൻ എന്നരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. അതിനുള്ള ശരണത്തോടും പ്രാവശ്യ ഭക്തിയായ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘങ്ങൾ ദൈവകൃപ ലോകങ്ങളുടെ നീക്കും രസിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ബലഹീനമുള്ള കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സമൂഹമാകുമ്പോൾ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ഞങ്ങളുടെ കൂട്ടായ്മയുടെ സ്ഥലേ കടന്നു നിൽക്കുന്ന ഈ വത്സൽ മാതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകുകയും ചെയ്യണമേ. ഓശോ ഭഗവാൻ ശിവാലവൽമേ. തുടർന്ന് ഇവിടെ ശരീരം കല്ലറയിൽ കൊണ്ടുപോവുകയും കല്ലറയെ ആശീർവദിച്ച് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് ഫിലിപ്പച്ചനെ തുടർന്നുള്ള ശുശ്രൂഷ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അഭിമന്യ പിതാവിൻ്റെ ആശ്വസിപ്പിക്കുന്ന പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഈ സാന്നിധ്യത്തിന്, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി ഒരിക്കൽ കൂടെ ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്ന് നമ്മൾ സെമിത്തേരിയിലേക്ക് ഈ മൃതദേഹം വിലാപയാ വത്സലരേ ദൂര എന്തിനും നിൽക്കുന്നൻ അരികിൽ വരുവിൻ, ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ. മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിൻ്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു.
വന്നപ്പോ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നിൽ ആരും. വിളിക്കൂട്ടുന്നോർക്ക വെളിവാകും നാഥ, നിൻ ദൈവികമാ വലഭാഗേ നിർത്തണമെന്നേ. മരണദൂതൻ എൻ്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ. വൃത്തത്തെ സ്തുതി ചെയ്തോരാം ഹൃദയം കൈക്കൊണ്ടിടേണം. ഇത് കത്തിയാണ്. ഈ അഗ്നിമാശത്തിൽ വിഷയങ്ങളോടുകൂടെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെ മരിച്ചുപോയ വിശ്വാസികളുടെയും ആത്മാക്കളെ പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവുമുത്തനും പരിശുദ്ധരുമായുള്ളവരെ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ സിംഹാസനത്തിൽ നിന്നും കേൾക്കപ്പെട്ടേയും അംഗീകരിക്കപ്പെട്ടേയും ആക്കി തീർക്കണമേ. വിശ്വമാതയോകാദിച്ചു കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടി നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ
കനിയണമേ. അവരബറാഹത്തിൻ്റെയും ഇസ്ഹാക്കുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതർ തന്നുയിരും സുതനെന്നു ശരീരാത്മാക്കൾ പാടണമേ. കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടി നീ പുതുതാക്കിയിടണമേ.